എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പോലീസുകാർ, കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിലവിലെ ചെയർമാനായിട്ടുള്ള എം.ആർ. ബൈജുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ യുവമോർച്ചക്കാരുടെ ഈ പന്തൽ പൊളിച്ചു. നിങ്ങളുടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഡിവൈഎസ്പിമാരുടെ ആവശ്യം PSCയുടെ ചെയർമാൻ എം.ആർ. ബൈജു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിർവഹിച്ചു കൊടുത്തതിന്റെ ഉപഹാരസ്മരണയാണോ യുവമോർച്ചയുടെ പന്തൽ പൊളിക്കാൻ നിങ്ങൾ കാണിച്ച ആവേശമെന്നാണ് യുവമോർച്ചയ്ക്ക് ചോദിക്കാനുള്ളത്. എന്താ അതിന് കാരണം? നമുക്കെല്ലാവർക്കും അറിയില്ല ഒരു കാര്യമുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർമാർ, SHOമാർ എന്ന് ഇപ്പൊ പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ഡിവൈഎസ്പി റാങ്ക് ലഭിക്കണമെങ്കിൽ വെറുതെ കിട്ടില്ല. അതിന് PSC അംഗം നേതൃത്വം കൊടുക്കുന്ന ഒരു സമിതിയുടെ ഇന്റർവ്യൂ പാസ്സാവണം. ഇവിടെ കേരളത്തിൽ AKG സെന്റർ CPMന്റെ സംസ്ഥാന കമ്മിറ്റി ആഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിന്റെ ഭാഗമായിട്ട്, കേരളത്തിലെ KPCC ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിന്റെ ഭാഗമായിട്ട് എന്റെ പിറകിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ കുറവുള്ള ഏവാന്മാരുടെ വലിയ ഏവാന്മാർക്ക് ഡിവൈഎസ്പി റാങ്ക് കിട്ടിയതിന്റെ ഉപകാരമാണ് നിങ്ങൾ യുവമോർച്ചയുടെ പന്തൽ പൊളിച്ച് കാണിച്ചതെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തോളൂ, നിങ്ങളുടെ ഏവാന്മാരും ഈ എം.ആർ. ബൈജു എന്ന PSC ചെയർമാനും നിങ്ങളുടെ തോളിലെ നക്ഷത്രങ്ങൾ സംരക്ഷിക്കാൻ ഉണ്ടാകില്ല എന്ന് മാത്രമാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. അങ്ങനെയൊന്നും ഇവരൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങള് എന്റെ പുറകിൽ നിൽക്കുന്ന പോലീസുകാരാ, ഞങ്ങള് കഴിഞ്ഞ 2 ആഴ്ച 1 മാസത്തോളമായി കേരളത്തിലെ തെരുവുകൾക്കകത്ത് ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ വിരലുകൾ, കാൽവിരലുകൾ, കൈവിരലുകൾ, കണ്ണ്, ചെവി, ശരീരത്തിൽ ഒരു ചെറുപ്പക്കാരന് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ശരീരത്തിന്റെ അവന്റെ ഇന്ദ്രിയങ്ങൾ പോലും ഈ PSC ക്രമക്കേട് ഇവിടെ അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് യുവമോർച്ച നടത്തിയ സമരതീക്ഷ്ണമായ കേരളത്തിൽ ഡിവൈഎഫ്ഐക്കാരനും യൂത്ത് കോൺഗ്രസുകാരനും ഇവിടെ മരവിച്ച് മഞ്ഞു മൂടിയ രീതിയിലിട്ടിരുന്ന കേരളത്തിന്റെ തെരുവുകളെ ഒരു തീപ്പന്തം പോലെ, ഒരു അഗ്നിജ്വാല പോലെ സമരത്തിന്റെ തീ പടർത്തി യുവമോർച്ച ഞങ്ങളുടെ കൂടപ്പിറപ്പിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊടുത്താണ് കേരളത്തിൽ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ പോലീസുകാരാ, നിങ്ങൾ ഈ കാക്കി യൂണിഫോമും ഇട്ട് ഏമാന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്ത് നിങ്ങൾ ഉണ്ണാനും ഉറങ്ങാനും കൊടുക്കുന്ന നിങ്ങളുടെ മക്കളുണ്ടല്ലോ, നിങ്ങളുടെ ആ പൊന്നോമന മക്കൾ നാളെ ഈ പഠിത്തം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് തെരുവുകളിൽ ഇറങ്ങി ഈ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധന്മാരാവാതെ മര്യാദയ്ക്ക് പഠിച്ച് ജോലി നേടാൻ വേണ്ടിയാണ് ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ ശരീരഭാഗങ്ങൾ ഞങ്ങൾക്ക് തെരുവുകളിൽ പണയം വെക്കേണ്ടി വരുന്നത്. നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ആവേശമൊന്നും പോലീസ് കാണിക്കണ്ട. നിങ്ങള് ഇവിടെ കട്ടും മോട്ടിച്ചുമല്ല യൂണിഫോം വാങ്ങിയതെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളും PSC എഴുതി പരീക്ഷയിൽ നിന്ന് വിജയിച്ചു വന്നവരാണെന്ന ധാരണ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരു മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ആ മര്യാദ വിട്ട് മര്യാദകേട് കാണിക്കാൻ കേരളത്തിലെ യുവമോർച്ചയെ നിങ്ങൾ പ്രേരിപ്പിക്കരുതേ പോലീസേ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങള് CPMന്റെയും DYFI നേതാവിന്റെയും ഒക്കെ ഭരണം പോയി കേട്ടോ. ഇവിടെ ചില പോലീസ് ഏമാന്മാർക്ക് സഖാക്കന്മാരുടെ ഒത്താശ ചെയ്ത് ആ പ്രേതം ശരീരത്തിൽ കൂടിയിരിക്കുകയാണ്. അന്ന് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും വിളിച്ചു പറയുമ്പോ കേരളത്തിലെ യുവമോർച്ചക്കാരന്റെ നട്ടല്ലിടിച്ചു പൊട്ടിച്ചും അവനെ ജീവശവമാക്കിയും ശീലിച്ച നിങ്ങളൊന്നൊന്ന് ഓർത്ത് നോക്കിക്കോ, ഒന്ന് മനസ്സിൽ വെച്ചോ. ഞങ്ങൾ യുവമോർച്ച കേരളത്തിൽ സമരം ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു വെച്ചതുപോലെ നിങ്ങൾ ഞങ്ങൾക്കെതിരെ കൈ ഉയർത്തുമ്പോ നിങ്ങൾക്കെതിരെ കൈ ഉയർത്തുന്നത് കേരളത്തിലെ യുവമോർച്ച മാത്രമായിരിക്കില്ല, നിങ്ങളുടെ സ്വന്തം മക്കൾ കൂടിയായിരിക്കുമെന്ന് ഈ പോലീസ് ഏമാന്മാർ മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് യുവമോർച്ച ഈ നാടിന് വേണ്ടിയാണ് സമരം നടത്തുന്നത്. യുവമോർച്ച ഈ നാടിന്റെ ചെറുപ്പത്തിന് വേണ്ടിയാണ് സമരം നടത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കേരളത്തിൽ ഒരു ഐതിഹാസിക സമരത്തിന്റെ വിജയത്തിന്റെ ശില്പികളായി കേരളത്തിലെ യുവമോർച്ചയും യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ V. മണിപ്രസാദും മാറിയ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ LPST സമരം
ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന്റെ ഉദ്യോഗാർത്ഥികളുടെ സമരം കേരളത്തിൽ അരങ്ങേറി. ഏകദേശം 13 ദിവസം വളർമതി എന്ന് പറയുന്ന ഒരു അമ്മ, ഒരു അധ്യാപിക, വളരെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നൊരു സാഹചര്യത്തിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് വന്ന ഒരു അമ്മയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 10,000-കണക്കിന് PSC ഉദ്യോഗാർത്ഥികളായിട്ടുള്ള LP-ST അധ്യാപകരുടെ ഉദ്യോഗാർത്ഥികളുടെ സമരം നടന്നു. ആ സമരം എന്താ? ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടുകാരോട് പറയാനുള്ളത്, ഈ LP-ST സമരത്തെ ഒരു ഘട്ടത്തിൽ പിണറായി വിജയനും DYFIയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള A. റഹീം MP-യുടെ നേതൃത്വത്തിൽ നാരങ്ങ വെള്ളം കൊടുത്ത് അവസാനിപ്പിച്ചതാണ്. ആ സമരം എങ്ങനെ അവസാനിപ്പിച്ചത്? കേരളത്തിലെ യുവാക്കളുടെ PSC ഉദ്യോഗാർത്ഥികളുടെ പ്രതീകങ്ങളായിട്ടുള്ള LP-ST അധ്യാപകമാർ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ഭരണം പോകാൻ പോവുകയാണ്, ഞങ്ങൾ ഭരണത്തിൽ തിരിച്ചു വരും, ഞങ്ങൾ തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആകുലതകൾ, പ്രതിസന്ധികൾ ഞങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ നാരങ്ങ വെള്ളം കുടിച്ച് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ച് സമരം അവസാനിപ്പിച്ചു DYFI.